ബോളിവുഡിലെ സൂപ്പർ താരമാണ് വിദ്യ ബാലൻ. കേരളത്തിൽ വേരുകളുള്ള വിദ്യയ്ക്ക് ബോളിവുഡിലെ താരകുടുംബങ്ങളുടെ പാരമ്പര്യമോ ഗോഡ്ഫാദർമാരുടെ പിന്തുണയോ അവകാശപ്പെടാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തന്റെ കരിയറിന്റെ തുടക്കത്തിൽ വിദ്യയ്ക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിരുന്നു. സീരിയലിലൂടെയാണ് വിദ്യ സിനിമയിലേക്ക് എത്തുന്നത്. സംഗീത വീഡിയോകളിലും അഭിനയിച്ചിരുന്നു. സിനിമയിലേക്കുള്ള വിദ്യയുടെ എൻട്രി ഏറെ പ്രയാസകരമായിരുന്നു. അഭിനയിച്ചു തുടങ്ങിയതും അഭിനയിക്കാനിരുന്നതുമൊക്കെയായി 13 സിനിമകൾ ഉപേക്ഷിക്കപ്പെട്ട ശേഷമാണ് വിദ്യയുടെ ആദ്യ സിനിമ പുറത്തിറങ്ങുന്നത്. ഉപേക്ഷിക്കപ്പെട്ട സിനിമകളിൽ മലയാള സിനിമയും ഉണ്ടായിരുന്നു. അരങ്ങേറ്റത്തിന് ശേഷവും മുൻനിരയിലേക്കെത്താൻ വിദ്യയ്ക്ക് കുറച്ചുകാലം കൂടി കാത്തിരിക്കേണ്ടി വന്നു. എന്നാൽ പതിയെ തൻ്റേതായൊരു ഇടം കണ്ടെത്താൻ വിദ്യയ്ക്ക് സാധിച്ചു. അഭിനയ മികവും കഠിനാധ്വാനവുമാണ് വിദ്യയെ താരമാക്കുന്നത്. മികവുറ്റ നടിയെന്ന പേര് നേടുന്നതിനോടൊപ്പം തന്നെ വാണിജ്യ വിജയം നേടാനും വിദ്യയ്ക്ക് സാധിച്ചു. ഖാൻമാരെ പോലും ബോക്സ് ഓഫീസിൽ വെല്ലുവിളിക്കാൻ വിദ്യയ്ക്ക് സാധിച്ചിട്ടുണ്ട്. നായികാ പ്രാധാന്യമുള്ള സിനിമയ്ക്കും 100 കോടിക്ക് മുകളിൽ നേടാൻ സാധിക്കുമെന്ന് വിദ്യയാണ് കാണിച്ചു തരുന്നത്. വിദ്യാ ബാലന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റാണ് ദ ഡേർട്ടി പിക്ചർ. സിൽക്ക് സ്മിതയുടെ ജീവിതത്തെ ആസ്പദമാക്കിയൊരുക്കിയ സിനിമ വൻ വിജയമായി മാറി. വിദ്യയുടെ കരിയർ തന്നെ മാറ്റിമറിച്ച സിനിമയായിരുന്നു ഡേർട്ടി പിക്ചർ. 2011 ഏക്ത കപൂർ നിർമ്മിച്ച് മിലൻ ലുത്തരിയുടെ സംവിധാനത്തിൽ ദ ഡേർട്ടി പിക്ചർ പുറത്തിറങ്ങുന്നത്. രേഷ്മ എന്ന ഗ്ലാമർ നടിയുടെ വേഷത്തിലാണ് വിദ്യ ചിത്രത്തിലെത്തിയത്. അതേസമയം രസകരമായൊരു വസ്തുത ഡേർട്ടി പിക്ചറിൽ നായികയായി ആദ്യം പരിഗണിച്ചിരുന്നത് വിദ്യയെ അല്ലായിരുന്നു എന്നതാണ്. കങ്കണ റണാവട്ടായിരുന്നു അണിയറ പ്രവർത്തകരുടെ ആദ്യത്തെ ചോയ്സ്. കങ്കണ സിനിമ നിരസിച്ചു. അതോടെ പരിഗണനയിലേക്ക് വന്നത് ബിപാഷ ബസു ആയിരുന്നു. ബിപാഷയും സിനിമ നിരസിച്ചു. ഇതോടെയാണ് സിനിമ വിദ്യയിലേക്ക് എത്തുന്നത്. പിന്നീട് എല്ലാം ചരിത്രമാണ്. ഇന്ന് വിദ്യാ ബാലന്റെ കരിയറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം പറയുന്ന സിനിമകളിലൊന്നാണ് ദ ഡേർട്ടി പിക്ചർ. ചിത്രത്തിനായി വിദ്യ നടത്തിയ മേക്ക് ഓവർ അമ്പരപ്പിക്കുന്നതായിരുന്നു. 12 കിലോയാണ് വിദ്യ സിനിമയ്ക്കായി കൂട്ടിയത്. മാത്രമല്ല സിഗരറ്റ് വലിക്കാനും തുടങ്ങി. സിനിമ അവസാനിപ്പിക്കുമ്പോഴേക്കും താനൊരു ചെയിൻ സ്മോക്കറായി മാറിയെന്നാണ് പിന്നീട് വിദ്യ തന്നെ പറഞ്ഞത്. ഇത് ക്യാമറയ്ക്ക് മുമ്പിൽ പറയാൻ പാടുണ്ടോ എന്നറിയില്ല. പക്ഷേ പുകവലി ഞാൻ ആസ്വദിക്കുന്നുണ്ട്. സിഗരറ്റ് വലിക്കുന്നതിൽ ദോഷമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ സ്ഥിരം വലിക്കാരിയാകും. പുകയുടെ മണം എനിക്കിഷ്ടമാണ്. കോളേജ് കാലത്ത് പുകവലിക്കുന്നവരുടെ അടുത്തിരിക്കുമായിരുന്നു ഞാൻ. ഡേർട്ടി പിക്ചറിന് ശേഷം ഞാൻ അഡിക്റ്റായി. ദിവസവും 2-3 സിഗരറ്റ് വലിക്കുമായിരുന്നു എന്നാണ് വിദ്യ പറഞ്ഞത്. 2011 ഡിസംബറിലായിരുന്നു ദ ഡേർട്ടി പിക്ചർ റിലീസാകുന്നത്. മികച്ച പ്രതികരണങ്ങളാണ് സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിച്ചത്. ഈ ചിത്രത്തിലൂടെ വിദ്യയെ തേടി മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും എത്തി.